ഹരേ ഹരേ കൃഷ്ണ. നമ്മുടെ ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. जय श्री श्री चैतन्य महाप्रभु की जय, चैतन्य चरितामृतम की जय, कृष्णराज कविराज गोस्वामी की जय, श्रील प्रभुपाद की जय. हरे कृष्णा. ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने. नमस्ते सरस्वते देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्यदेशतारिणे. मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्येश्वरम्. कदाञ्चन स्मृते यस्मिन् दुष्करं सुकरं भवेत्, विस्मृते विपरीतं स्यात् श्रीचैतन्यं नमाम्यहम्. हरिः ओं तत्सत्. हरे कृष्ण. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചൈതന്യ ചരിതാമൃതത്തിലെ മനോഹരമായ ഒരു ഭാഗം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഭക്തിയുത സേവനത്തിന്റെ കൽപ്പവൃക്ഷം എന്ന് പറയുന്ന ആദിലീലയിലെ 9ാമത്തെ അധ്യായത്തിന്റെ ഭാഗങ്ങളാണ്. ഇതുവരെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഒരു ഭക്തിവൃക്ഷയായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും അതിന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു ഭക്തിവൃക്ഷയുടെ രൂപത്തിൽ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഭക്തിവൃക്ഷ എന്ന് പറയുന്ന ആ മെത്തേഡ് ഓഫ് പ്രീച്ചിങ് കുറിച്ചും നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു കൺസെപ്റ്റാണ്. അതായത് വൃക്ഷങ്ങൾ, അതായത് ഒരു വൃക്ഷം ആദ്യം ചെറുതായിട്ട് നട്ട് വളർന്നു വരുമ്പോൾ അതിന്റെ വൃക്ഷങ്ങൾ അതിന്റെ ശാഖകളായിട്ട് പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ പന്തലിച്ച് കിടക്കുന്ന ആ ഒരു ഭാവനയിൽ നമുക്ക് അതിനെ ഇമാജിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഫലങ്ങൾ എത്രമാത്രം സ്വാദിഷ്ടമായ ആ ഫലങ്ങൾ ആണ് നമ്മൾ ഇനി അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ഇനി കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു വിശാലമായ ആ ഒരു രൂപം, ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ആ ഒരു രൂപത്തിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഒരു 2-3 ശ്ലോകങ്ങൾക്ക് മുൻപ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും. ഏത് ശ്ലോകമാണത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഏതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ അധ്യായത്തിലേതെന്ന് പറയാവുന്ന ഒരു മെയിൻ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് വേണ്ടി അതിനകത്തുണ്ടായിരുന്നു. അത് ആർക്കെങ്കിലും ഒന്ന് ഓർത്ത് പറയാമോ ഏതാണെന്ന്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാരതഭൂമിദേഹൈല മനുഷ്യജന്മയാര, അതാണ് പ്രഭു. അത് തന്നെ, യെസ്, പറഞ്ഞാട്ടെ. ജന്മസാർത്ഥകരി കര പര ഉപകാര. വെരി ഗുഡ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? വേറെ ആർക്കെങ്കിലും പറയാമോ? ഗൗരവപ്രേമാതജി അല്ലാതെ വേറെ ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. എന്താണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം? ഓക്കെ, ഗൗരവപ്രേമാതജി തന്നെ പറഞ്ഞിട്ട് എന്താണ് അതിനർത്ഥം? ഓക്കെ, ഹരേ കൃഷ്ണ. സോ അതിന്റെ ട്രാൻസ്ലേഷൻ നമുക്ക് വായിക്കാം കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്.
ഭാരതഭൂമിയിൽ മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നവൻ ആരെല്ലാമാണോ അവരെല്ലാം സ്വന്തം ജീവിതം സഫലമാക്കുകയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും വേണം. ഇതൊരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ഭാരതഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പൊ അത്രമാത്രം വലിയൊരു പ്രിവിലേജ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഭാരതഭൂമിയിൽ ജനിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് അത്രയ്ക്ക് ലോകത്തിന് മുഴുവൻ പുണ്യം നൽകാൻ സാധിക്കും. എല്ലാവരും ഒന്ന് മ്യൂട്ടിലിരുന്നാട്ടെ ദയവ് ചെയ്ത്. ഹരേ കൃഷ്ണ. ഇന്ദിര മാതാജി ഒന്ന് മ്യൂട്ടിലിരിക്കാമോ? ഇന്ദിര മാതാജി, ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ അഡ്മിൻ ഒന്ന് മ്യൂട്ട് ആക്കാം. എല്ലാവരെയും മ്യൂട്ട് ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഹരേ കൃഷ്ണ. അഡ്മിൻ മാതാജി എവിടെയോ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഭാരതഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. അപ്പൊ വലിയൊരു പ്രിവിലേജ് തന്നെയാണ് നമുക്ക് ഈ ഭാരതഭൂമിയിൽ ജനിക്കാനായി കിട്ടിയ അവസരം തന്നെ. കാരണം കൺസിഡർ ആസ് എൻ എലിവേറ്റഡ് സോൾ, അത്രയും ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ആത്മാവ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ റിയലൈസ്ഡ് സോൾ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭാരതഭൂമിയിൽ ജനിക്കാനുള്ള അവസരം കിട്ടുന്നത്. കാരണം ഭാരതഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ നമുക്കുള്ള ഒരു പ്രത്യേകപരമായ കൾച്ചർ നമ്മുടെ ഉള്ളിൽ എല്ലാവരും ഉണ്ട്. കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഉണ്ടായ ക്ലാസ്സിൽ, ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അവിടുത്തെ ധർമ്മം ഡെവലപ്പായി വരുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാശ്ചാത്യ ദേശങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹം ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ അവരുടെ റിലീജിയൻ ഡെവലപ്പായി വരുന്നു. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം ഇസ്ലാം മതം ഒക്കെ ഇന്ന് ലോകമെമ്പാടും പരന്നു കിടക്കുകയാണ്. എന്നാലും മെയിനായിട്ട് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ആണ് ഇസ്ലാം ഡെവലപ്പായി വന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് മതത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഭാരതഭൂമിയിലുള്ള ഒരാളോട്, സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതിനകത്തിലുള്ള 10 കമാൻഡ്മെന്റ്സിലുള്ള ഒരു കമാൻഡ്മെന്റ് ആണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കുക. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു കൾച്ചർ. അപ്പോൾ അന്നത്തെ കാലത്ത് ആൾക്കാർ അവിടെ അങ്ങനെ ഒരു പരസ്പര സ്നേഹബന്ധം ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ ആ ഒരു പോളിസി അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ്സ് പറയേണ്ട ആവശ്യമില്ല. അപ്പോ അങ്ങനെ ഒരു സംഭവം അവിടെ പറയാനുണ്ടായ കാരണം അതുള്ളത് കൊണ്ട് ഭാരതഭൂമിയിലുള്ള ഒരാളോട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ആ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ടാവാം. കാരണം ഇന്നത്തെ ഈ ഫ്ലാറ്റ് കൾച്ചർ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഒരു ഓണേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഒരു ഫ്ലാറ്റ് സിസ്റ്റം ആണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ അയൽവക്കത്തുകാരെ നമ്മളെപ്പോഴും നല്ലതുപോലെ ഒരു സ്നേഹബന്ധം, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കൊല പഴം പഴുത്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിൽ നിന്ന് ഒരു 2 പടല എടുത്ത് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും. അതുപോലെ അവിടെ നിന്ന് തിരിച്ചും തരും. അപ്പൊ ഇതേപോലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അയൽവക്കത്തുകാരുമായിട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോ അത് യഥാർത്ഥത്തിൽ ഭാരതഭൂമിയിലുള്ളവരെ കുറിച്ച് അതിനെക്കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, നിനക്ക് നിന്റെ അമ്മയെ കല്യാണം കഴിക്കാനുള്ള അധികാരമില്ല എന്ന്. അപ്പൊ അത് അത്രമാത്രം ഒരു അൺകൾച്ചേർഡ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് അതും നടക്കുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഭാരതഭൂമിയിൽ നടക്കുന്നു. പക്ഷെ എങ്കിലും നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു വേദന ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് അവിടെ അതുപോലെ കാര്യങ്ങൾ നടന്നിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തത്. പക്ഷേ ഭാരതഭൂമിയിൽ ജനിക്കുന്നവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് അവിടെ അതനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുകയും ഭാരതഭൂമിയിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള രാധാകൃഷ്ണ പ്രേമത്തിനെ കുറിച്ചിട്ടുള്ള ടീച്ചിങ്സ്, ഭഗവാനെ സ്നേഹത്തോടു കൂടി കാണുന്നതിനുള്ള ഒരു പാഠവും പഠനങ്ങളും അതിനനുസരിച്ച് നമുക്ക് പ്രാക്ടീസും നമുക്ക് അല്ലെങ്കിൽ ട്രെയിനിങ്ങും നൽകുന്ന സിസ്റ്റം നമുക്ക് ഭാരതഭൂമിയിൽ കാണാൻ സാധിക്കും. സോ ഇറ്റ്സ് റിയലി എ പ്രിവിലേജ് ദാറ്റ് വി ആർ ഗെറ്റിംഗ്. we are considered as one of the cultured society in the entire world. ലോകത്തിലെ തന്നെ
ഒരു വളരെ നല്ല മെച്വേർഡ് കൾച്ചർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ 3000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ സിവിലൈസേഷണൽ ടീച്ചിങ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് ആ കൾച്ചറിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭൂമിയിൽ അങ്ങനെയുള്ള ഭാരത ഭൂമിയിലാണ് നമ്മൾ ജനിച്ചത്. നമുക്ക് ആ ഒരു പ്രിവിലേജ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേവലോകത്തില് ഇന്ദ്രാദി ദേവതകളെല്ലാം സംസാരിക്കുമ്പോൾ ഈ ഭൂമിയെ മൊത്തമായി പറയുന്നത് ഭാരതവർഷം എന്നാണ്. ഭാരതവർഷം എന്നാണ് ഈ ഭൂമിയെ മൊത്തമായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യണമെങ്കിൽ എൻ്റെ വേൾഡ് ബിലോങ്സ് ടു ഇപ്പൊ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഈസ് ഫോർ ദ എൻറ്റയർ വേൾഡ്. പക്ഷെ ഓക്കെ, ചൈതന്യ മഹാപ്രഭു 500 വർഷങ്ങൾക്ക് മുമ്പ് വന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായതുകൊണ്ട് ഈ ഭാരതഭൂമി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ഭാരതത്തിനെ കുറിച്ച് തന്നെയാണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു പ്രിവിലേജ് ആണ് ഭാരതഭൂമിയിൽ ജനിച്ചത്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആണ് ഇതാണ്, ജന്മസാർത്ഥകരി. ഫസ്റ്റ് യു ഹാവ് ടു കൾച്ചർ യുവർ സെൽഫ്, അല്ലെങ്കിൽ ട്രെയിൻ യുവർ സെൽഫ്. നമ്മൾ സ്വയം അതിന് സായത്തമാവണം. ജന്മസാർത്ഥകരി, യു ഹാവ് ടു പ്രിപ്പയർ യുവർ സെൽഫ്, യു ഹാവ് ടു എക്യുപ്പ് യുവർ സെൽഫ്. നമ്മൾ സ്വയം അതിന് തയ്യാറെടുത്തതിന് ശേഷം എന്നിട്ട് ജന്മസാർത്ഥകരി കരോ പര ഉപകാർ. കര പര ഉപകാർ, ദാറ്റ് മീൻസ് ഡു ബെറ്റർ. മലയാളത്തിലെ വാക്കുകൾ തന്നെ പരോപകാരം. പരോപകാരം എന്ന് പറഞ്ഞാൽ പര ഉപകാർ, മറ്റുള്ളവർക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി, നല്ലത് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ സ്പ്രെഡിങ് കൃഷ്ണ കോൺഷ്യസ്നെസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് primeval ഡ്യൂട്ടി ഓഫ് ഓൾ ഓഫ് us ബീങ് an Indian. അത് ചൈതന്യ മഹാപ്രഭു നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് അതുപോലെ പാലിക്കേണ്ടതാണ്. അതിന് ബെസ്റ്റ് ഒരു മെത്തേഡ് ഓഫ് പ്രീച്ചിങ് ആണ് ഈ ഭക്തിവൃക്ഷ വേ ഓഫ് പ്രീച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഭക്തിവൃക്ഷ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു 1000 പേർക്ക്, 100 പേർക്ക്, 200 പേർക്ക് ഒരുമിച്ച് നിന്ന് ക്ലാസ് എടുക്കണം, അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല. ഒരു 10 പേര്, 5 പേര്, 10 പേര് കൂടി ഇരുന്നിട്ട് കുറച്ച് ഭഗവത്ഗീത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളിരുന്ന് ക്ലാസ് കൊടുക്കുകയല്ല വേണ്ടേ, ഒരു പാരഗ്രാഫ് വായിക്കുക, ഓരോരുത്തർക്ക് എന്ത് മനസ്സിലായോ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ വിൽ ബി ഏബിൾ ടു കൾട്ടിവേറ്റ് എ ലോട്ട് ഓഫ് നോളജ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. സോ അതൊരു വളരെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആണ് ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും എല്ലാവരും ഓർത്തിരിക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. സോ നമുക്ക് എനിക്ക് ഇന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത് ശ്ലോകം നമ്പർ 45 മുതൽ എടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 9ാമത്തെ അധ്യായത്തില് ഭക്തിയുത സേവനത്തിന്റെ കൽപ്പവൃക്ഷം എന്ന ഈ അധ്യായത്തിലെ 45ാമത്തെ ശ്ലോകം. മാലീഹയാ വൃക്ഷാഹൈലാൻ ഏതാ ഇച്ഛാദേ സർവപ്രാണീര ഉപകാര ഹയവൃക്ഷാഹൈതേ. ഞാൻ ഉദ്യാനപാലകനായി പ്രവർത്തിക്കുകയാണെങ്കിലും എനിക്ക് വൃക്ഷമായിരിക്കുകയും വേണം. കാരണം എങ്കിലേ എനിക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ കഴിയണം. ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു മനുഷ്യ സമൂഹത്തിൽ വെച്ച് പരമൈക ദയാലുവായ വ്യക്തിയാണ്. എന്തുകൊണ്ടെന്നാൽ ജനങ്ങളെ സന്തോഷമുള്ളവരാക്കണമെന്നത് മാത്രമാണ് അവിടുത്തെ ആഗ്രഹം. അവിടുത്തെ സങ്കീർത്തന പ്രസ്ഥാനം ജനങ്ങളെ സന്തുഷ്ടരാക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ്. അവിടുന്ന് സ്വയം വൃക്ഷമാകാൻ ആഗ്രഹിച്ചു. കാരണം വൃക്ഷത്തെ മഹാമനസ്കതയുള്ള ജീവജാലമായി പറയപ്പെടുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധത്തിൽ 22:33 നിന്നുള്ള അടുത്ത ശ്ലോകത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വൃക്ഷത്തിന്റെ അസ്തിത്വത്തെ അത്യന്തം പ്രശംസിപ്പിക്കുന്നു. സോ ഇവിടെ ചൈതന്യ മഹാപ്രഭു ഒരു വൃക്ഷമായിട്ട് അവിടെ സങ്കല്പിക്കുക. അപ്പൊ ഇവിടെ പറയുകയാണ്, വൃക്ഷം എന്ന് പറയുന്നത് എന്താണ്, അതിൽ നിന്ന് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ്സ് നമുക്ക് വൃക്ഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് വൃക്ഷത്തിൽ നിന്ന് പഠിക്കാനുള്ളത്? ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടാണ് വൃക്ഷത്തിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് ഇവിടെ പറയാൻ കാരണം? ഹരേ കൃഷ്ണ, ആർക്കെങ്കിലും പറയാമോ? സഹിഷ്ണുതയാണോ പ്രഭു? സഹിഷ്ണുത. ചൈതന്യ മഹാപ്രഭു അത് ശിക്ഷാഷ്ടകത്തിൽ തന്നെ പറയുന്നുണ്ട്, തരോർ അപ്പി സഹിഷ്ണുന. യെസ്, വെരി ഗുഡ്, താങ്ക് യു മാതാജി. ഗൗരവപ്രിയ മാതാജി പറഞ്ഞ കറക്റ്റ് ആണ്. യെസ്, വിഷ്ണു പ്രമാദി എന്തോ പറയാനായിട്ട് അൺമ്യൂട്ട് ചെയ്തിരുന്നു. കേൾക്കാൻ പറ്റും, വോയിസ് ബ്രേക്ക് ആവുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അതായത് വൃക്ഷം എന്താ ചെയ്യണത്? നമുക്ക് തണല് തരുന്നു. അതിന്റെ
എന്താ പറയാ ഫലങ്ങൾ നമുക്ക് തരണു, അതൊന്നും ആസ്വദിക്കണില്ല. പക്ഷെ അത് Correct. നമുക്ക് ഒരു ഉം. എല്ലാ ഇതായിട്ട് നമുക്ക് നമ്മളുടെ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കറക്റ്റ്, എക്സാക്ട്ലി, അതാണ് അതിന്റെ കറക്റ്റ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണ് എല്ലാ വൃക്ഷങ്ങളും. എല്ലാ വൃക്ഷവും. ഒരു മാവും ഇതുവരെ സ്വന്തം മാമ്പഴം ടേസ്റ്റ് ചെയ്തിട്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരു മാവും സ്വന്തം മാമ്പഴം ടേസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു സ്വയം വെയിൽ കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് തണൽ നൽകുകയാണ് വൃക്ഷം ചെയ്യുന്നത്. ഗൗരപ്രിയ മാതാജി പോലെ സഹിഷ്ണുത അങ്ങേയറ്റം സഹിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, ഈവൻ മരിച്ചു വീണ് കഴിഞ്ഞാൽ പോലും അതിന്റെ തടി മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എല്ലാ പ്രയോജനവും ചെയ്തുകൊണ്ട് സ്വയം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് വൃക്ഷം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചില പ്രവാചകന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, കാരണം വൃക്ഷത്തെ മഹാമനസ്കതയുള്ള ജീവജാലമായി പറയപ്പെടുന്നു. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പക്ഷെ സ്വന്തം പോക്കറ്റ് നോക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കത്തുള്ളൂ. നമ്മൾ ഉള്ളതിൽ നിന്ന് ഒരു പങ്ക് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക ചെയ്യുന്നത്. പക്ഷെ മാവ് അങ്ങനെയല്ല, അല്ലെങ്കിൽ മറ്റൊരു വൃക്ഷം അങ്ങനെയല്ല ചെയ്യുന്നത്. സ്വയം വേദന എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഫലപ്രദമായ എല്ലാ ഫലങ്ങളും അതിന്റെ ഫലങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമുക്ക് ഈ നമ്മുടെ ഈ വെജിറ്റേറിയനിസത്തിലേക്ക് ഇതിന്റെ ഒരു പോയിന്റ്, പ്രധാനമായിട്ടൊരു പോയിന്റ് പറയുന്നത് തന്നെ, ഒരു ഫ്രൂട്ട്സ്, ഇപ്പോൾ ഒരു പഴം എന്ന് പറഞ്ഞപ്പോൾ ഒരു പഴം എനി ടൈപ്പ്, മാംഗോ അല്ലെങ്കിൽ ചക്കയോ അല്ലെങ്കിൽ എന്തെടുത്തു കഴിഞ്ഞാലും ആ ഫലം നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാം. അതിൽ നിന്ന് ജീവനില്ല. അതിനകത്തിലെ മാങ്ങാണ്ടിയാണെങ്കിൽ മാങ്ങാണ്ടി കളയാം, അല്ലെങ്കിൽ ചക്കയാണെങ്കിൽ ചക്കക്കുരു കളയാം. അത് നമുക്ക് അടുത്ത ജീവനായിട്ട് വരുന്നു. സോ മേ ബി വി ക്യാൻ ഈറ്റ് ദാറ്റ് ഓൾസോ. ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. സോ അപ്പൊ ഫലം അതിന് വേദനയില്ലാതെ, ആ വൃക്ഷത്തിന് വേദനയില്ലാതെ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ അത് ഉപയോഗിച്ചില്ല എങ്കിൽ അത് താഴെ വീണ് തളിഞ്ഞു പോകത്തേ ഉള്ളൂ. സോ ഇതിന്റെ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ 46 കഴിഞ്ഞിട്ടുള്ള ശ്ലോകം മുതൽ നമ്മൾ കാണാൻ പോകുന്നതിന്റെ ഫലം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നുള്ള ഒരു ഭാഗത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് സ്വയം ഒരു മരിച്ചതിന് ശേഷവും മറ്റുള്ളവർക്ക് വേണ്ടി ആണ് അത് ചെയ്യുന്നത്. വളരെ വലിയൊരു പ്രധാനപ്പെട്ട പാഠമാണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ളത്. സോ താങ്ക് യു ഗൗരപ്രിയ മാതാജി ആൻഡ് വിഷ്ണുപ്രിയ മാതാജി ഫോർ യുവർ ഇൻപുട്സ്. സോ അടുത്ത ഇത് പറയുന്ന ശ്രീമദ് ഭാഗവത്തിലെ ഒരു ശ്ലോകമാണ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. 10ാമത്തെ സ്കന്ധത്തിൽ 22-33 അധ്യായത്തിലെ 33ാമത്തെ ശ്ലോകത്തിലാണ്. അഹോ യേഷാം വരം ജന്മ സർവപ്രാണ്യോപജീവനാം സുജനസ്യേവ യേഷാം വൈ വിമുഖായാന്തി നാർത്ഥിനഃ. അഹോ, ഈ വൃക്ഷങ്ങൾ ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. അവയുടെ ജന്മം സഫലമാണ്. അവരുടെ പെരുമാറ്റം ശരിക്കും മഹാന്മാരുടേതുപോലെയാണ്. കാരണം ഒരു വൃക്ഷത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നവൻ ഒരിക്കലും നിരാശനായി തിരിച്ചു പോകുന്നില്ല. സോ അതാണ്, ഒരു വൃക്ഷത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ടു പോവുകയാണെങ്കിൽ അത് തിരിച്ചു പോവുകയില്ല. കാലിയായിട്ട്, അതായത് വൃഥാ നമ്മൾ പോകേണ്ടതായിട്ടില്ല എന്ന് അവിടെ വിവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില പ്രഭുപാദയുടെ ഭാവാർത്ഥം, വൈദിക സംസ്കാരം അനുസരിച്ച് ക്ഷത്രിയർ മഹാവ്യക്തിത്വങ്ങളായി കണക്കാക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു ക്ഷത്രിയ രാജാവിനോട് ആരെങ്കിലും ഒരു ദാനം ആവശ്യപ്പെട്ടാൽ രാജാവ് ഒരിക്കലും അത് നിരസിക്കുകയില്ല. വൃക്ഷങ്ങൾ കുലീനരായ ആ ക്ഷത്രിയ രാജാക്കന്മാരോട് താരതമ്യം ചെയ്യപ്പെടുന്നു. അവരിൽ നിന്ന് എല്ലാവരും എല്ലാ തരത്തിലുമുള്ള പ്രയോജനങ്ങൾ ലഭിക്കുന്നു. ചിലർ ഫലങ്ങൾ എടുക്കുന്നു, ചിലർ പുഷ്പങ്ങൾ നേടുന്നു, ചിലർക്ക് ഇലകൾ കിട്ടുന്നു, ചിലർ തളിരുകൾ എടുക്കുന്നു, ചിലർ വൃക്ഷത്തെ തന്നെ വെട്ടിമുറിക്കുന്നു. എന്നിട്ടും വൃക്ഷം മടികൂടാതെ എല്ലാവർക്കും നൽകിക്കൊണ്ടേയിരിക്കുന്നു. യാതൊരു പരിഗണനയും ഇല്ലാതെ വൃക്ഷങ്ങളെ അനാവശ്യമായി വെട്ടിമുറിക്കുന്നത് മനുഷ്യന്റെ അധാർമികതയ്ക്ക് മറ്റൊരു ഉദാഹരണമാണ്. അച്ചടി വ്യവസായം അവയുടെ മില്ലുകൾക്ക് കടലാസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ വെട്ടിമുറിക്കുകയും അവ കൊണ്ടുണ്ടാക്കുന്ന കടലാസ് കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ക്ഷണികമായ സംതൃപ്തിക്ക് വേണ്ടി പാഴ് സാഹിത്യങ്ങൾ അച്ചടിക്കുകയും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഈ വ്യവസായങ്ങൾ ഈ ജന്മത്തിൽ അവരുടെ വ്യാവസായിക വികസനത്തിൽ സന്തുഷ്ടരാണെങ്കിലും വൃക്ഷങ്ങളുടെ രൂപത്തിലുള്ള ജീവരാശികളെ കൊല്ലുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങളായിത്തീരുമെന്ന് അവരറിയുന്നില്ല. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഈ ശ്ലോകം ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാരുടെ വസ്ത്രങ്ങൾ അപഹരിച്ചതിന് ശേഷം വസ്ത്രഹരണ ലീല
സുഹൃത്തുക്കളുമൊത്ത് ഒരു വൃക്ഷത്തിന് താഴെ വിശ്രമിക്കുമ്പോൾ അവരോട് പറഞ്ഞതാണ്, ഈ ശ്ലോകം ഉദ്ധരിച്ചതിലൂടെ നമ്മൾ വൃക്ഷങ്ങളെ പോലെ സഹിഷ്ണുതയുള്ളവരായിരിക്കണമെന്ന് ഉള്ളവരും അവരെ പോലെ നമ്മുടെ കീഴിലെത്തുന്ന ആവശ്യക്കാർക്ക് എല്ലാം നൽകുന്ന ഉപകാരികളാകുമെന്ന് ചൈതന്യ മഹാപ്രഭു നമ്മെ പഠിപ്പിക്കുന്നു. ആവശ്യക്കാരനായ ഒരുവന് വൃക്ഷങ്ങളും അതുപോലെ പല മൃഗങ്ങളും ആവശ്യമുള്ളത് നൽകുന്നു. പക്ഷെ ആധുനിക സംസ്കാരത്തിൽ ജനങ്ങൾ കൃതജ്ഞതയില്ലാത്തവരാകുന്നതിനാൽ വൃക്ഷങ്ങളെയും മൃഗങ്ങളെയും ചൂഷണം ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്നു. ഇവ ആധുനിക സംസ്കാരത്തിന്റെ പാപ പ്രവൃത്തികളിൽ ചിലതാണ്. ആലോചിക്കുക, നമ്മളെ സഹായം ചെയ്യുന്നതിനെല്ലാം നമ്മൾ ദ്രോഹിക്കുന്ന ഒരു പ്രവണതയാണ് മനുഷ്യ സമൂഹം കാണിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സോ ആരൊക്കെ നമ്മൾക്ക് വേണ്ടി സഹായം ചെയ്യുന്നുണ്ടോ എല്ലാവരെയും നമ്മൾ ദ്രോഹിക്കുകയാണ്. വൃക്ഷങ്ങളെയും ദ്രോഹിക്കുന്നു, മൃഗങ്ങളെയും ദ്രോഹിക്കുന്നു. അവരെ ആരെയും നമ്മൾ വെറുതെ വിടുന്നില്ല. നമ്മളുടെ ഉദ്ദേശത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ന് തന്നെ പറയാം. അതായത് അത്ര സെൽഫിഷ് ആയിട്ടുള്ള ഒരു ലിവിങ് എൻറ്റിറ്റി ഇന്ന് ലോകത്തിൽ ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാണ്. മൃഗങ്ങൾ ഒരിക്കലും നമ്മളെ അങ്ങനെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയില്ല. കാരണം അവരെപ്പോഴും, ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു സിംഹത്തിന്റെയോ കടുവയുടെയോ വയറ് നിറഞ്ഞിരിക്കുകയാണ് എങ്കിൽ അതിന്റെ തൊട്ടടുത്തുകൂടെ മാൻപേട പോയാൽ അത് ഒന്നും ചെയ്യില്ല. പക്ഷെ അത് വിശപ്പുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ജീവികളെ ദ്രോഹിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മൾ എല്ലാം കൊണ്ടും മാക്സിമം മറ്റുള്ളവരെ, എല്ലാവരെയും, കൂടെ നിൽക്കുന്നവരെയും നമ്മളെ സഹായിക്കുന്നവരെയും എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ നമുക്ക് എന്ന് കാണാൻ സാധിക്കുന്നത്. അത് വളരെ അധപ്പതിച്ചു പോകപ്പെട്ട ഒരു സംസ്കാരമാണ്. ഞങ്ങള് ഏതൊരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോ എൻ്റെ മോള് പറയായിരുന്നു, അതായത് ഭഗവാൻ നമുക്ക് ഓപ്ഷൻ തന്നതാണ് ഒരു പ്രശ്നമായത്. ഓപ്ഷൻ നമുക്ക് തന്നു. Okay, he has a very big higher purpose why he gave that option for us. പക്ഷെ നമുക്ക് ആ ഓപ്ഷൻ തന്നതാണ് നമുക്ക് പ്രോബ്ലമായി മാറിയത്. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ we will be keep doing the same thing how the other animals are doing. മറ്റുള്ള ജീവജാലങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മളും നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് ആ ഒരു ഓപ്ഷൻ തന്നപ്പോൾ we started exploiting. ഒരു ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ പ്രവണതയായി മാറി നമ്മൾ അധപ്പതിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ 47ാമത്തെ ശ്ലോകത്തില് യജ്ഞ കൈലായാദി ചൈതന്യമാലാകാര പരമ ആനന്ദ പായില വൃക്ഷ പരിവാര. ഭഗവാനിൽ നിന്ന് നേരിട്ട് ആ ആജ്ഞ ലഭിച്ചതിൽ വൃക്ഷത്തിന്റെ പരിവാര അംഗങ്ങൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർ ആനന്ദം പൂണ്ടു. അവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ നിന്ന് ഇൻസ്ട്രക്ഷൻ ലഭിച്ചതനുസരിച്ച് അവരെല്ലാവരും, അതായത് ഭഗവാന്റെ ശാഖകളായിട്ട് വന്ന ഭഗവാന്റെ കൂടെയുള്ള ഭക്തന്മാരെ ഉദ്ദേശിച്ചാണ് അവിടെ പറയുന്നത്. വൃക്ഷത്തിന്റെ പരിവാര അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രാഞ്ചസ്, ഇതെല്ലാം അവരെല്ലാവരും വളരെ സന്തുഷ്ടരായി എന്ന് പറയുകയാണ്. ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. 500 വർഷം മുമ്പ് നവദ്വീപിൽ ആരംഭം കുറിച്ച സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ അനുകമ്പാപൂർണമായ പ്രവർത്തനങ്ങൾ എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്കായി ലോകത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കണമെന്ന് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛയാണ്. നിർഭാഗ്യവശാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ പിൻഗാമികൾ എന്ന് പറയപ്പെടുന്ന അനേകം ആളുകൾ ക്ഷേത്രം പണിയുന്നതിലും വിഗ്രഹങ്ങളുടെ പ്രദർശനം നടത്തുന്നതിനും ധനം ശേഖരിച്ച് അത് ഭക്ഷിക്കുന്നതിനും ഉറങ്ങുന്നതിനും വിനിയോഗിക്കുന്നതിലും മാത്രം സംതൃപ്തി കൊണ്ട് കണ്ടെത്തുന്നു. അവർ ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായം ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അവർക്ക് അത് ചെയ്യാൻ കഴിയുകയില്ലെങ്കിലും മറ്റാരെങ്കിലും അത് ചെയ്യുമ്പോൾ അവരോട് അസൂയാലുക്കളാകുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ആധുനിക അനുയായികളുടെ അവസ്ഥ ഇതാണ്. കലിയുഗത്തിന്റെ ശക്തി അതികഠിനമാകയാൽ അത് മഹാപ്രഭുവിന്റെ അനുയായികൾ എന്ന് പറയപ്പെടുന്നവരെയും ബാധിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികൾക്ക് അവിടുത്തെ സമ്പ്രദായം ലോകമാകമാനം പ്രചരിപ്പിക്കുവാനായി കുറഞ്ഞ പക്ഷം ഇന്ത്യക്ക് പുറത്തു പോകുകയെങ്കിലും ചെയ്യണം. കാരണം ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ ദൗത്യമാണ്. ശ്രീ ചൈതന്യന്റെ അനുയായികൾ വൃക്ഷങ്ങളെക്കാൾ സഹിഷ്ണുള്ളവരും തൃണത്തെക്കാൾ താഴ്മയുള്ളവരും ഹൃദയപൂർവ്വം അവിടുത്തെ ഇച്ഛ നിറവേറ്റണം. ശിലപ്രഭുപാദയുടെ ഇതിന്റെ ഭാവാർത്ഥം വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നുന്നു. കാരണം ശിലപ്രഭുപാദ് ഇത് എഴുതുമ്പോൾ തന്നെ he had a lot of people to oppose him. അദ്ദേഹത്തിനെ എതിർത്ത്
പല കാര്യങ്ങളും ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് ആൾക്കാരും അതിനും അസൂയാലുക്കളായിട്ട് ചില പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്നും അതൊട്ടും മോശമല്ല. ഇസ്കോണിനകത്ത് തന്നെയല്ല നമ്മളെ പല സ്ഥലങ്ങളിലും നമുക്ക് അറിയാൻ സാധിക്കുന്നു. നമുക്ക് അതുപോലുള്ള അതിന് തുല്യമായ കാര്യങ്ങളിൽ പല പല സന്ദർഭങ്ങളിൽ നമുക്ക് ചില വിഷമകരമായ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷെ എങ്കിലും അവര് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്ന ശിക്ഷാശ്രത്തിൽ പറഞ്ഞിരിക്കുന്ന തൃണാതപി സുനീചേന തരോറപി സഹിഷ്ണുന, തൃണത്തേക്കാൾ എളിമയും വൃക്ഷത്തേക്കാൾ സഹിഷ്ണുതയോടും കൂടി നമ്മൾ പ്രചാരത്തിന് നമ്മൾ മുൻപിൽ നിൽക്കണം. അതിന് യാതൊരു സംശയവുമില്ല. അവിടെ ഇവിടെ പറയുന്നതാണ്, ദൗത്യത്തിൽ ആരംഭിച്ച സങ്കേത പ്രസ്ഥാന അനുകമ്പാപൂർണ്ണ പ്രവർത്തനങ്ങൾ എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്കായി ഒരു വൃക്ഷം എങ്ങനെയാണോ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം ജീവൻ ജീവിച്ചു തീർക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിന് ശേഷവും പോലും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് ഒരു വൃക്ഷം എങ്ങനെയാണോ, അതുപോലെ തന്നെ ഈ ഭക്തി വൃക്ഷയും അതേപോലെ സർവർക്കും പ്രയോജനം നൽകുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഭക്തി വൃക്ഷ എന്ന് പറയുന്നത് കംപ്ലീറ്റ് എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ എല്ലാവർക്കും ഉത്തമമായ കാര്യം നടത്തുന്നതിന് വേണ്ടി ഒരു വൃക്ഷം ചെയ്യുന്ന അതേ രീതിയിൽ ഭക്തി വൃക്ഷ എന്ന് പറയുന്ന വൃക്ഷവും നമുക്ക് എല്ലാവർക്കും ഉത്തമമായ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതുപോലെ ലോകത്തിലേക്ക് മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രയത്നം നമ്മളിൽ നിന്ന് എല്ലാവരിലും ഉണ്ടാവണം. നമ്മളെല്ലാവരും ദീക്ഷ എടുത്തിരിക്കുന്ന ധാരാളം ഭക്തന്മാരെ എനിക്കിവിടെ കാണാം. വിഷ്ണുപ്രിയ മാതാജി, ഗൗരപ്രിയ മാതാജി, ആശാമാതയിൽ ഐശ്വര്യ മാതാജി, അമലപുരൻ ദേവിദാസി മാതാജി, ലക്ഷ്മിപ്രിയ ദേവിദാസി മാതാജി, രംഗമയ രാധാരമൺ മാതാജി. പ്രഭു ആരൊരാൾ ഇപ്പൊ എക്സിറ്റ് ആയാലും പെട്ടെന്ന് ഞാൻ പേര് വായിക്കുന്നതിനപ്പുറത്ത് എക്സിറ്റ് ആയതാണെന്ന് തോന്നുന്നു. ശരി, അപ്പൊ ഇവരെല്ലാവരും നമ്മളെല്ലാവരുടെയും ഇനിഷ്യേഷൻ എടുക്കാത്തവർക്ക് അതിന് എക്സംപ്റ്റഡ് ആണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇനിഷ്യേഷൻ എടുത്ത മറ്റുള്ളവരുണ്ടാവും ഒരു പക്ഷേ ഇതിനകത്ത്. അപ്പോൾ ഇനിഷ്യേഷൻ എടുക്കാത്തവർ എക്സംപ്റ്റഡ് അല്ല. അവർ നാളെ തീർച്ചയായിട്ടും ഭാവിയിൽ ഇനിഷ്യേഷൻ എടുത്ത് ഇതിലേക്ക് വരേണ്ടവരാണ്. നമ്മളെല്ലാവരുടെയും ഒരു പ്രധാന കർത്തവ്യം, പ്രത്യേകിച്ച് ഇനിഷ്യേഷൻ ഞാൻ പറയാൻ കാരണം, നമ്മളെല്ലാവരും നമ്മുടെ ഗുരുനാഥനോട് അഗ്നിക്ക് സാക്ഷിയായിട്ട് നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്താ, ശില പ്രഭുപാദിന്റെ ഈ മിഷനെ നമ്മളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങയെ സഹായിക്കും എന്ന് നമ്മളെല്ലാവരും ദൃഢപ്രതിജ്ഞ എടുത്തവരാണ്. അപ്പൊ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം സാധിക്കുമോ അതേ രീതിയിൽ നമ്മളെല്ലാവരും പ്രചാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പരമ്പരയിൽ വരുന്നവരുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് പ്രചാരം ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എങ്കിൽ മാത്രമേ അത് നമുക്ക് ഈ ലോകമെമ്പാടും ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സർവത്ര ഹോയ് പ്രചാര ഹോയ് മൊറനാം, എൻ്റെ നാമം സർവ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എൻ്റെ നാമം പ്രചരിക്കും എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും മഹാപ്രഭുവിന്റെ നാമം ജപിച്ചിരിക്കണം. ഇപ്പോ നമ്മള് ഞാൻ തിരുവല്ല എന്നീ ഭാഗങ്ങളിലുള്ള ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ ചെറുതായിട്ട് ഒരു ചെറിയൊരു നമുക്ക് ഈ പ്രചാരം ഇവിടെ ആരംഭിച്ചതിന് ശേഷം നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ആൾക്കാർ മഹാപ്രഭുവിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ എന്ന മന്ത്രം ചൊല്ലുന്നു. സോ സ്ലോ മഹാപ്രഭു ആരാണെന്നൊക്കെ കുറച്ച് ഇൻഫോർമേഷൻ അവർക്ക് കൊടുത്തു വരുന്നേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ദേ ആർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിലേക്ക് മഹാപ്രഭുവിന്റെ നാമം പ്രചരിക്കുകയും ചെയ്തു. അപ്പൊ ഇതുപോലെ ഓരോ വില്ലേജിലും ഓരോ സ്ഥലത്തും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ കണ്ണൂരുള്ളവര്, ട്രിവാൻഡ്രത്തുള്ളവര്, പല സ്ഥലങ്ങളിലുള്ളവര്, ട്രിവാൻഡ്രത്തിന് കരമനയില്, അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളില് ഇതുപോലെ ഓരോ ചെറിയ ചെറിയ വൃക്ഷത്തിന്റെ ഒരു ചെടി നട്ടു വരുമ്പോ ഇതിന്റെ ശാഖകൾ, ഇതിന്റെ ബ്രാഞ്ചസ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് വളർന്നു വരുമ്പോഴേക്ക് അവിടെയുള്ള ധാരാളം ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ലഭിക്കുകയും മഹാപ്രഭുവിന്റെ പ്രഡിക്ഷൻ അത് സഫലീകൃതമാകുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് ഓരോരുത്തരും അത് തന്നാൽ കഴിയുന്ന രീതിയിൽ, മഹാപ്രഭു പറഞ്ഞ പോലെ സിമ്പിൾ, ഒന്നും വേണ്ട, യാരെ ദേഖോ താരെ കഹോ കൃഷ്ണ ഉപദേശ്, ജസ്റ്റ് ടെൽ ദം. അതിന് ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഈ കണ്ഠിമാലയും തിലകവും. കണ്ഠിമാലയും തിലകവും ധരിച്ച് ഒരു നാണക്കേടും വിചാരിക്കണം. ധൈര്യമായിട്ട്
വെളിയിലേക്ക് അങ്ങ് ഇറങ്ങുക. അപ്പൊ ആൾക്കാർ ചോദിക്കും, പറയും ചിലപ്പോൾ ഇന്ന് തിലകം ചന്ദനത്ത് ഒഴുകി പോകുന്നതൊക്കെ ചോദിക്കും. അത് ചോദിക്കണം, അത് ചോദിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുകയാണ്. ആ അവസരം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനും മഹാപ്രഭുവിനെ കുറിച്ച് പറയാനും ജപത്തിനെ കുറിച്ച് പറയാനും ഭഗവത്ഗീതയെ കുറിച്ച് പറയാനുമുള്ള അവസരം ലഭിക്കുന്നത്. നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകളെ കുറിച്ച് പറയാനും നമുക്ക് അവസരം ലഭിക്കുമ്പോൾ ആ ക്ലാസ്സിലേക്ക് അവരെ നമുക്ക് സ്വാഗതം ചെയ്യാനും അവരെ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. സോ അതുകൊണ്ട് നമ്മൾ ആരും ഒരിക്കലും മടി വിചാരിക്കരുത്. തിലകം തൊട്ട് കണ്ഠിമാല അണിഞ്ഞ് വെളിയിൽ പോകുന്നതിന് വേണ്ടി ഒരു മടിയും കാണിക്കേണ്ട. കാരണം ആരെയും കുറ്റമല്ല, മറ്റു മതസ്ഥരുടെ ആലോചിക്കുക, അവരുടെ എത്രമാത്രം ഡെഡിക്കേഷനാണ്. അവർ തൊപ്പി വെച്ചിട്ട് അത് അതായത് സോറി ഞാൻ ഇതായിട്ട് പറയില്ല, പക്ഷെ കുറച്ചൊരു ഓഡ് ഫിഗർ ആണ്. മീശ പഠിച്ചിട്ട് ദാടി വെച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഓഡ് ഫിഗർ അല്ലേ. അവരതിന് തയ്യാറായിരുന്നു. ദേ ആർ ഫോളോയിങ് ദെയർ റിലീജിയൻ. വൈ ഷുഡ് ബി വറീഡ്? ഇത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര മനോഹരമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ സൺഡേയിൽ ട്രിവാൻഡ്രത്ത് ഒരു കല്യാണത്തിന്, ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ടാവും, ട്രിവാൻഡ്രത്ത് ഒരു കല്യാണത്തിന് പോയി. അവിടെ കല്യാണത്തിന് പോയപ്പോൾ ഒരു 10-20 ഫോറിൻ ഡിവോട്ടീസ് നമ്മുടെ ഇവിടെ നമ്മുടെ എന്താ പറയാ കൊല്ലത്ത് നടക്കുന്ന ഒരു യോഗ സെന്ററിൽ നമ്മുടെ ഹരേ കൃഷ്ണയുടെ ചെറിയൊരു ക്ലാസ് നടക്കുന്നുണ്ട്. അവിടെ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാം ഫോറിൻ ഡിവോട്ടീസ് ആണ്. അവരെ ഫോറിനേഴ്സ് ആണ്. 10-20 പേരുണ്ട്. അവരെല്ലാവരും നല്ല നമ്മുടെ നാടൻ എന്താ പറയുക, നമ്മുടെ സാരി എന്താണ് കസവ് സാരിയൊക്കെ കൊടുത്ത്, കസവ് സെറ്റ് സാരി, കസവ് പോലത്തെ സാരിയൊക്കെ കൊടുത്തുകൊണ്ട് തിലകമൊക്കെ തൊട്ട് വളരെ എത്ര ഐശ്വര്യമാണ് അവർ കാണുമ്പോൾ. ആ തിലകമൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ മുഖത്തെ ഒരു പ്രകാശമയമാകുന്നുണ്ട്. നമ്മളത് നാണക്കേട് വിചാരിക്കണം. അപ്പൊ നല്ല ഐശ്വര്യപൂർണമായ ആ ഒരു രീതി നമ്മൾ ഉണ്ടപ്പോ വൈ ഡോണ്ട് വി എക്സ്പോസ് ഇറ്റ്? ആൾക്കാർ കാണട്ടെ, ആൾക്കാർ അറിയട്ടെ, ആൾക്കാർ ചോദിക്കട്ടെ. നമ്മളത് ചോദിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുമ്പോൾ മഹാപ്രഭുവിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. സോ അപ്പോൾ മഹാപ്രഭുവിന്റെ നാമം സർവ്വ ലോകത്തിൽ ഓരോ മുക്കിലും മൂലയിലും പ്രചരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മുടെ എല്ലാവരുടെയും സഹായം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രയത്നം അതിലുണ്ടാവണം. മഹാപ്രഭുവിന്റെ ഒറ്റ ഇൻസ്ട്രക്ഷനേ ഉള്ളൂ, എല്ലാവരോടും കൃഷ്ണ ഉപദേശം പറയുക. അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ വൃക്ഷത്തിനെ നമ്മൾക്ക് വളർത്തിയെടുക്കാൻ, അതിന്റെ ഒരു അരി കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട് നടുമ്പോൾ അവിടെ അത് വളരണം. എങ്കിൽ മാത്രമേ അത് അവിടെ അതിന്റെ ബ്രാഞ്ചസ് ആയിട്ട് നമുക്കത് വളർന്ന് വന്ന് അവിടെയും ലോകത്തിന് മുഴുവൻ അത്രയും പ്രദേശത്തെ ആൾക്കാർക്ക് ഒരു തണൽ വൃക്ഷമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമുക്ക് നമ്മളെല്ലാവരുടെയും പ്രയത്നം അതിന് തീർച്ചയായിട്ടും ഉണ്ടാവണം. ശ്ലോകം നമ്പർ 48. ഏയാഹാൻ താഹാൻ ദാനാകാരേ പ്രേമ ഫല സ്വാദേ മത്ത ലോക ഹൈല സകല. ഭഗവത് പ്രേമത്തിന്റെ ഫലം അത്യന്തം സ്വാദിഷ്ടമാകിയാൽ ഭക്തൻ അത് എവിടെ വിതരണം ചെയ്താലും അത് രുചിക്കുന്നവർ തൽക്ഷണം ഉന്മത്തരായി തീരും. സോ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ആ ഒരു ഫലം, അല്ലെങ്കിൽ അത്രമാത്രം മധുരപരമാണ് ആ മഹാമന്ത്രം അല്ലെങ്കിൽ കൃഷ്ണപ്രേമം. അതിന്റെ ഫലമാണ്, ഈ വൃക്ഷത്തിന്റെ ഫലമാണ് കൃഷ്ണപ്രേമം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഭഗവത് പ്രേമത്തിന്റെ ഫലം. സോ ദർ ഇസ് എ ഫ്രൂട്ട് ഓഫ് ദ ട്രീ. ആ വൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഭഗവത് പ്രേമം. ആ ഭഗവത് പ്രേമം എന്ന് പറയുന്ന ഫലം എല്ലാവരിലേക്കും നമ്മൾ കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നവരെല്ലാവരും ഉന്മത്തരായി തീരുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. സോ എവരിബഡി ബിക്കംസ് ഇൻടോക്സിക്കേറ്റഡ് വിത്ത് ദ ഹോളി നെയിം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദരുടെ ഇവിടെ ചൈതന്യ മഹാപ്രഭു വിതരണം ചെയ്ത അത്ഭുതകരമായ ഫലത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഈ ഫലം സ്വീകരിക്കുകയും ആത്മാർത്ഥതയോടെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഏതൊരാളും തൽക്ഷണം അതിന് പിറകെ ഭ്രാന്തചിത്തനായി പായുകയും മഹാപ്രഭുവിന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രമാകുന്ന ഉപഹാരത്താൽ ഉന്മത്തരായി എല്ലാ ദുശീലങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ പ്രായോഗിക അനുഭവം ഞങ്ങൾക്കുണ്ട്. ശ്രീ പ്രഭുപാദ് അവിടെ പറയുകയാണ്, അദ്ദേഹം ഓൾറെഡി അത് എക്സ്പീരിയൻസ് ചെയ്തു. അമേരിക്ക പോലത്തെ പാശ്ചാത്യ ദേശങ്ങളിൽ പോയി ഹിപ്പികളെ ഹാപ്പികളാക്കിയതാണ് ശ്രീ പ്രഭുപാദ്. സോ ദാറ്റ്സ് ഹിസ് എക്സ്പീരിയൻസ്. അങ്ങനെ ദുശീലങ്ങളെല്ലാം മാറ്റി അവരെല്ലാവർക്കും ആ മഹാപ്രഭുവിന്റെ ഫലം ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊടുക്കുമ്പോൾ നമ്മളവരെല്ലാവരും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. മഹാമാദക പ്രേമ ഫല പേട ഭരി ഖായ മാതിലസ കല ലോക ഹാസ്യനാച്ചി ഗായ. ചൈതന്യ മഹാപ്രഭു വിതരണം ചെയ്യുന്ന ഭഗവത് പ്രേമത്തിന്റെ ഫലം അങ്ങേയറ്റം മാദക സ്വഭാവമുള്ളതാകിയാൽ അത് ഭക്ഷിച്ചുകൊണ്ട് ഉദരം നിറയ്ക്കുന്ന ഏതൊരുവനും അതിനാൽ ഉന്മത്തനാക്കപ്പെടുകയും സ്വയമേവ സകീർത്തനം ചെയ്യുകയും നൃത്തം ചെയ്യുകയും ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. സോ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട്
അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അതിൽ ഉന്മത്തരായിക്കൊണ്ട് അവര് നൃത്തം ചെയ്യുകയും കീർത്തനം ചെയ്യുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഞാൻ നേരത്തെ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, നേരത്തെ ഈ ക്ലാസ് തന്നെ പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. റഷ്യയില് ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ പോലീസൊക്കെ കൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് അവിടെ കേസായ ശേഷം അത് കോടതിയിൽ ഒരു ദിവസം വാദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കോടതി ഒരു വേർഡിക്റ്റ് ഡിക്ലെയർ ചെയ്തു. കോടതി ഒരു വേർഡിക്റ്റ് ഡിക്ലെയർ ചെയ്ത് എന്തെന്നാൽ, ഹരേ കൃഷ്ണക്കാരെ കാണുന്നവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യുക, എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക. സോ ഓപ്പൺ ഡിക്ലറേഷൻ, എവിടെ ഹരേ കൃഷ്ണക്കാരെ അന്ന് കണ്ടു കഴിഞ്ഞാലും അവരെ പിടിച്ചുകൊണ്ട് ജയിലിലിടണം. ശരി, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ, പോലീസിന് ഇൻസ്ട്രക്ഷൻ കിട്ടി, ക്ലിയർ. പോലീസ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾക്ക് എങ്ങനെ ഹരേ കൃഷ്ണക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും? അവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ധോത്തിയും കുർത്തയും കണ്ഠിമാലയും ഒന്ന് എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുകയല്ല. അവിടെ എല്ലാവരും കോട്ടും സ്യൂട്ടും കാണുന്നത്. ഒന്നാമത് അവിടുത്തെ നേച്ചർ, അത് വളരെ തണുപ്പ് രാജ്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഓവർകോട്ടും അതിൻ്റെ അതേ രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. അപ്പോൾ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിലകം ആരും ഓപ്പണായിട്ട് തൊട്ടുകൊണ്ട് നടക്കത്തില്ല, കാരണം ഇതുപോലെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട്. അപ്പൊ എങ്ങനെ ഹരേ കൃഷ്ണക്കാരെ കണ്ടാൽ തിരിച്ചറിയാം എന്ന് കോടതിയോട് ഒരു പോലീസ് ചോദിച്ചപ്പോ ആർക്കെങ്കിലും അറിയാമോ എന്താ കോടതി കൊടുത്ത മറുപടി എന്ന്? കോടതി കൊടുത്ത മറുപടി എന്താന്ന് ആർക്കെങ്കിലും അറിയാമോ? ഹരേ കൃഷ്ണ. കോടതി പറഞ്ഞു, ആരെങ്കിലും സന്തോഷവാനായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആളിനെ അറസ്റ്റ് ചെയ്തോളൂ. ബിലീവ് ദാറ്റ് ഹീസ് ഹരേ കൃഷ്ണ. അപ്പൊ ആരുടെയെങ്കിലും മുഖത്തൊരു പ്രസന്നത, ഒരു സന്തോഷം, ഇപ്പൊ ഞാൻ ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കണ്ടപ്പോൾ അത് ഓർത്തപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ പറയുന്നതാണ്, നൃത്തം ചെയ്യുകയും ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. സോ എനിവൺ ഹൂ ഈസ് ഇൻ ഹരേ കൃഷ്ണ, ഹൂ ഈസ് ഇൻ ദ റിയലൈസേഷൻ വിൽ laugh, nothing else, what else? അപ്പോ അത് കോടതിയുടെ വിധിയായിരുന്നു. എന്ത്? ചിരിച്ചുകൊണ്ട് ആരെയും കണ്ടു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യും. അപ്പൊ റഷ്യയിൽ ആരും ചിരിക്കത്തില്ല. എല്ലാവരും എവരിബഡി ഈസ് മൊറോസ്, ദേ ആർ worried, they are disturbed, they are in all the ways they are in distress ആ രാജ്യത്ത്. അപ്പോൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുള്ളവർ മാത്രമാണ് ചിരിച്ചു കണ്ടത്. ചിരിച്ചു കാണുന്നവരെ ആരെയും പിടിച്ച് അറസ്റ്റ് ചെയ്തോളാം. അപ്പൊ ചിരിക്കാൻ പാടില്ല അവിടെ റഷ്യയിൽ. അതാണ് അവിടുത്തെ നിയമം നമുക്ക് കാണാൻ സാധിക്കും. വളരെ വിചിത്രമായ ഒരു കാര്യമാണ്, പക്ഷെ ഇറ്റ്സ് എ റിയാലിറ്റി. സോ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വി ആർ ഹാപ്പി. എവരിബഡി ഹൂവർ കംസ് ഇൻ ദേ ബിക്കം ഹാപ്പി. ആണ് ശില പ്രഭാത് പറഞ്ഞ ഹിപ്പീസിനെ ഹി മേഡ് ടു ഹാപ്പീസ്. ഹരേ കൃഷ്ണ. ശ്ലോകം 50. കേഹാഗന്ധഗടി യായ കേഹാതഘുഗാര ദേഖി ആനന്ദിത ഹായ ഹാസേ മാലാകാര. ജനങ്ങൾ കീർത്തനം ചെയ്യുകയും നൃത്തം ചെയ്യുകയും ചിരിക്കുകയും ചിലർ ഭൂമിയിൽ വീണുരുളുകയും ഉച്ചത്തിൽ മൂളുകയും ചെയ്യുന്നത് കാൺകെ മഹോദ്യാന പാലകനായ ശ്രീ ചൈതന്യ മഹാപ്രഭു സന്തോഷപൂർവ്വം മന്ദഹസിക്കുന്നു. സോ എല്ലാവരും ഇങ്ങനെ ആനന്ദത്തിൽ തിമിർന്ന് കിടക്കുക. അങ്ങനെ അത് കാണുമ്പോൾ അവിടുത്തെ ഗാർഡനർ ആരാണ്? മഹാപ്രഭു അത് കണ്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അദ്ദേഹം അത്ര സന്തുഷ്ടനായി, വളരെ സന്തോഷത്തോടുകൂടി മഹാപ്രഭു അത്ര സന്തോഷത്തോടുകൂടി അവിടെ ആ ഗാർഡനറായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. ആ വൃക്ഷങ്ങളെല്ലാം വളർന്ന് വലുതായി കാണുന്നത് മഹാപ്രഭു വളരെ സന്തോഷം നൽകുന്നതാണ് എന്നിവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഏയി മാലാകാരാഖായ ഏയി പ്രേമ ഭാല നിരവധി മത്തരഹേ വിവശ വിഹ്വല. മഹാനായ ഉദ്യാനപാലകൻ ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഈ ഫലം ഭക്ഷിക്കുന്നു. പരിണിത ഫലമായി അവിടുന്ന് നിസ്സഹായനെ പോലെയും വിഭ്രാന്തനെ പോലെയും നിരന്തരം ഉന്മത്ത അവസ്ഥയിൽ തുടരുന്നു. സോ മഹാപ്രഭു അതിന്റെ ഫലം കഴിച്ചു. സോ ഈസ് ഓൾറെഡി ഇമ്മേഴ്സ്ഡ് ഇൻ ടു ദാറ്റ്. സോ ഓൾറെഡി അദ്ദേഹം അതിൽ നീന്തി തുടിക്കുന്ന വ്യക്തിയാണ് മഹാപ്രഭു. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കഴിക്കാമെന്ന്, പക്ഷെ എങ്കിലും പറയണം, മഹാനായ ഉദ്യാനപാലകൻ ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഈ ഫലം ഭക്ഷിക്കുന്നു. അദ്ദേഹം വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈസ് എൻജോയിങ് ദ നെക്ടർ. പരിണിത ഫലമായി അവിടെ നിസ്സഹായനെ പോലെയും വിഭ്രാന്തനെ പോലെയും നിരന്തരം ഉന്മത്താവസ്ഥയിൽ തുടരുന്നു. സോ ഈസ് കണ്ടിന്യൂസ്ലി ഇൻ ദാറ്റ് വേർജ് ഓഫ്, അല്ലെങ്കിൽ ഇൻ ദ എക്സ്റ്റസി ഓഫ് ഡീപ്പ് ഇൻ ദ ഓഷ്യൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ് ഹെഡ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനം ചെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ ബോധശൂന്യനാവുകയും മണിക്കൂറുകളോളം അബോധാവസ്ഥയിൽ തുടരുകയും ചെയ്യാറുണ്ടായിരുന്നു. അവിടുന്ന് തന്റെ ശിക്ഷാഷ്ടകത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: യഗായുധം നിമേഷേണ ചക്ഷുഷ പ്രാവൃഷായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേണമേ. അല്ലയോ ഗോവിന്ദ,
അങ്ങയിൽ നിന്നുള്ള വേർപാടിന്റെ ഒരു നിമിഷം എനിക്ക് 12 വർഷമോ അതിലേറെയോ ആയി അനുഭവപ്പെടുന്നു. എന്റെ കണ്ണുകളിൽ നിന്ന് പെരുമഴ പോലെ കണ്ണുനീർ പ്രവഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ലോകം ശൂന്യമായതുപോലെ എനിക്ക് തോന്നുകയും ചെയ്യുന്നു. ഇതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രകടിപ്പിച്ചതുപോലെ ഹരേകൃഷ്ണ മഹാമന്ത്ര കീർത്തനത്തിന്റെയും ഭഗവത് സ്നേഹത്തിന്റെയും ഫലം ഭക്ഷിക്കുന്നതിന്റെ പരിപൂർണത. ഒരുവൻ കൃത്രിമമായി ഈ തലം അനുകരിക്കരുത്. പക്ഷെ ഒരുവൻ ഗൗരവമുള്ളവനും കൃത്രിമ തത്വങ്ങൾ ആത്മാർത്ഥതയോടെ പിന്തുടരുന്നവനും ക്രമീകൃത തത്വങ്ങൾ ആത്മാർത്ഥതയോടെ പിന്തുടരുന്നവനും ഹരേകൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്യുന്നവരുമാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷമാകുന്ന സമയം വരും. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ടു അസ്. ഒരു ദിവസം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 52 സർവലോകേ മത്ത കൈല ആപന സമാന പ്രേമേ മത്ത ലോക വിനീനാഹി ദേഖി ആന. മഹാപ്രഭു തന്റെ സങ്കീർത്തന പ്രസ്ഥാനത്താൽ എല്ലാവരെയും തന്നെ പോലെ ഹർഷോന്മുക്തരാക്കി. അവിടുത്തെ സങ്കീർത്തന പ്രസ്ഥാനത്താൽ ഉന്മത്തനാക്കപ്പെടാത്ത ആരെയും നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മഹാപ്രഭുവിന്റെ കൺമുൻപിൽ ആരെങ്കിലും ചെന്ന് പെട്ടിട്ടുണ്ടോ, he will fall into ecstasy for sure. അദ്ദേഹത്തിന് ആ പരമാനന്ദത്തിലേക്ക്, ഭക്തിയുടെ പരമാനന്ദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് മഹാപ്രഭുവിന്റെ ദൃഷ്ടി മാത്രം മതി. അതിന്റെ ആ കണ്ണിന്റെ മുൻപിൽ നമുക്ക് ചെന്നുപെട്ടാൽ നമ്മൾ മഹാഭാഗ്യവാന്മാരായി മാറാം. നമുക്ക് വളരെ മനോഹരമായ സ്റ്റോറി ഉണ്ട്. അത് പിന്നീട് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ രാജാവിന്റെ പേരെന്താണ്? പ്രതാപരുദ്ര മഹാരാജാവ് എങ്ങനെയാണ് അദ്ദേഹത്തിന് കൃഷ്ണപ്രേമം ലഭിച്ചതെന്ന് പറയുന്ന മനോഹരമായ ഒരു പാഠ്യമുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗം വരുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിക്കും. വളരെ വളരെ മനോഹരമായി അദ്ദേഹം മഹാപ്രഭു ഇവിടെ ജഗന്നാഥ് പുരിയിൽ വന്നിട്ട് അവിടെ വെച്ചിട്ടുള്ള മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസിലുള്ള സന്ദർഭമാണ്. നമുക്ക് അതിന്റെ അവസരം വരുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിക്കും. 53 ये पूर्वे निंदा कैला बलि मातो याला सेहो फाल भाला खाया नाचे बले भाला भाला. കൃഷ്ണ. യെസ്, ചൈതന്യ മഹാപ്രഭുവിനെ മദ്യപാനി എന്ന് വിളിച്ച് മുമ്പ് നിന്ദിച്ചിരുന്നവർ പോലും ആ ഫലം ഭക്ഷിക്കാനും അത്യുത്തമം എന്ന് പറഞ്ഞ് നൃത്തം ചെയ്യാനും ആരംഭിച്ചു. മഹാപ്രഭുവിനെ കുറ്റം പറഞ്ഞാൽ എല്ലാവരും തിരിച്ച് മഹാപ്രഭുവിന്റെ വഴിയിൽ തന്നെ വരികയാണ് ചെയ്തത്. പെട്ടെന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. 2 ശ്ലോകങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഈ അധ്യായം നമുക്ക് തീർക്കാം. സോ ഇവിടെ പറയുന്നത്, ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ നാസ്തികരും മായാവാദികളും മൂഢന്മാരും അനാവശ്യമായി അവിടുന്ന് വിമർശിച്ചു. സ്വാഭാവികമായും അത്തരം ആളുകളാൽ ഞങ്ങളും വിമർശിക്കപ്പെട്ടു എന്ന് അവർ എല്ലായ്പ്പോഴും ഉണ്ടാവും. മനുഷ്യ സമൂഹത്തിന് യഥാർത്ഥത്തിൽ നല്ലതായ എന്തിനേയും അവർ വിമർശിക്കുകയും, പക്ഷേ സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ പ്രചാരകർ അത്തരം വിമർശനങ്ങളാൽ പിന്തിരിയരുത്. വരൂ, ഞങ്ങളുടെ കൂടെ പ്രസാദം കഴിക്കൂ, കീർത്തനം ചെയ്യുകയും നൃത്തമാടുകയും ചെയ്യൂ എന്ന് പറഞ്ഞ് അത്തരം വിഡ്ഢികളെ ക്രമേണ എടുക്കുന്ന രീതിയായിരിക്കണം നമ്മുടേത്. ഇതായിരിക്കണം നമ്മുടെ നയം. നമ്മളോട് കൂടെ ചേരാൻ വരുന്ന ഏതൊരുവിനെയും തീർച്ചയായും ജീവിതത്തിൽ ആത്മീയ പുരോഗതി സംബന്ധിച്ച് ആത്മാർത്ഥതയും ഗൗരവമുള്ളവരായി ആക്കി തീർക്കണം. സോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശിലപ്രഭു അതോടെ നമുക്കൊരു വഴി പറഞ്ഞു തരികയാണ്. നമ്മളെ വിമർശിക്കുന്നവർക്ക് നമ്മൾ പ്രസാദം കൊടുക്കുകയും അവരെ സ്നേഹത്തോടുകൂടി പെരുമാറി അവരെയും ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്ന് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. പ്രേമ ഫല വിതരണ ഫല ദാത ശാഖാഗണ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭഗവത് പ്രേമ ഫല വിതരണത്തെ കുറിച്ച് ഞാൻ വിവരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചൈതന്യ വൃക്ഷത്തിന്റെ വിവിധ ശാഖകളെ കുറിച്ച് വിവരിക്കാം. കൃഷ്ണരാജ് ഗോസ്വാമി പറയുകയാണ്, മഹാപ്രഭുവിന്റെ ആ വിവരണം, അദ്ദേഹത്തിന്റെ രൂപത്തിന്റെ ആ വൃക്ഷത്തിന്റെ രൂപത്തിലുള്ള മെയിൻ വൃക്ഷത്തിന്റെ രൂപത്തിലുള്ള വിവരണമാണ് ഞാൻ ഇതുവരെ നൽകിയത്. ഇനി അതിന്റെ ബ്രാഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വിവരിക്കാം എന്ന് മഹാപ്രഭു പറയുകയാണ് ചെയ്തത്. 55-ാമത്തെ ശ്ലോകം. ശ്രീരൂപ രഘുനാഥ പാദയാര ആശ ചൈതന്യാചാരിതാമൃത കാഹേ കൃഷ്ണദാസ. ശ്രീ രൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരബിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന് ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു. സോ അദ്ദേഹത്തിന്റെ ഓരോ സമയത്തും അദ്ദേഹം അവരെ എപ്പോഴും ഓർത്തുകൊണ്ട് ശ്രീ രൂപസനാതന ഗോസ്വാമികളെ, രഘുനാഥദാസ് ഗോസ്വാമികളെയും എല്ലാം ഓർത്തുകൊണ്ട് അദ്ദേഹം അവിടെ പ്രണാമം അർപ്പിക്കുകയാണ്. ഈ ചൈതന്യ ചരിതാമൃതം അവരുടെ കൃപയാലാണ് ഞാൻ എഴുതുന്നത് എന്ന്
അദ്ദേഹം ഇവിടെ വർണ്ണിക്കുകയാണ്. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയുടെ ഭക്തിയുത സേവനത്തിന്റെ കൽപ്പവൃക്ഷം എന്ന 9-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാവാർത്ഥം ഇപ്രകാരം സമ്പൂർണമാകുന്നു. ഹരേ കൃഷ്ണ. സോ ശ്രീ 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 ശിക്ഷാഷ്ടകം കി ജയ്, ചൈതന്യ മഹാപ്രഭു കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു ചോദ്യമാകാം. കാരണം എനിക്ക് 7 മണിക്ക് അടുത്തൊരു ക്ലാസ് ഉണ്ട്. സോ എനിബഡി ഹാസ് എനി ക്വസ്റ്റ്യൻസ്? ഹരേ കൃഷ്ണ. ഗൗരവപ്രേമാതി എന്തെങ്കിലും ചോദ്യം ചോദിക്കാനാണോ അതോ? ഇല്ല പ്രഭു, ജയ് പറയാൻ വേണ്ടി ഹരേ കൃഷ്ണ. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ വേറെ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ചോദ്യമായിട്ടില്ല പ്രഭു. പിന്നെ പ്രതാപരുദ്ര മഹാരാജാവിന്റെ ചൈതന്യ മഹാപ്രഭുവിനായിട്ടുള്ള ആ ഒരു ഇത് കൃഷ്ണപ്രേമം കിട്ടിയത് 2 മിനിറ്റ് പറയൂ, സമയം ഉണ്ടെങ്കിൽ പ്രഭു എന്നെ അടുത്തത് ക്ലാസ് എടുക്കണമെന്നില്ലെന്ന് തോന്നുന്നു. 7 മണിക്കാണ് ക്ലാസ്. ജസ്റ്റ് 2 മിനിറ്റ്സ് കൊണ്ട് പറയാം. മഹാപ്രഭുവിനെ അതായത് പ്രതാപരുദ്ര മഹാരാജ് വാസ് എ കിങ്. അദ്ദേഹം ഒറീസയിലെ രാജാവായിരുന്നു. ആ രാജാവായിരുന്നതുകൊണ്ട് മഹാപ്രഭു ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാനായിട്ട് സമ്മതിച്ചില്ല. മഹാപ്രഭുവിന്റെ അടുത്തേക്ക് വരാനായിട്ട് പ്രതാപരുദ്ര മഹാരാജാവിന് ഒരു കാരണവശാലും അനുവാദം കൊടുത്തില്ല. കാരണം മഹാപ്രഭു പറയുന്നത് രാജാവ് എന്ന് പറഞ്ഞാൽ ഈസ് വെരി ഒപ്പുലന്റ്. ഒന്ന് ധനപരമായിട്ട് വളരെ ധനം സമ്പാദിച്ചു കൊണ്ടുവെക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്ത്രീ ലംബടനായിരിക്കും. അതായത് ഈസ് അസോസിയേറ്റിംഗ് വിത്ത് ലേഡീസ്, സ്ത്രീകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ഹിം ടു കം ടു മീ, എൻ്റെ അടുത്തേക്ക് വരികയെ വേണ്ട എന്ന് ദൃഢമായിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും. അവസാനം പക്ഷെ പ്രതാപരുദ്ര മഹാരാജ് ഈസ് വെരി സിൻസിയർ. അദ്ദേഹം വളരെ സിൻസിയർ ആയിട്ടൊരു ഭക്തനായിരുന്നു. മഹാപ്രഭു എന്ന് പറഞ്ഞാൽ ജീവൻ കളയാൻ റെഡിയാണ്. ഞാൻ ഈ രാജ്യം തന്നെ വേണ്ടാന്ന് വെക്കാം, എനിക്ക് മഹാപ്രഭുവിന് പോകണം എന്ന് പറഞ്ഞ് ആ ഒരു ആറ്റിറ്റ്യൂഡ് നടന്ന ഒരു രാജാവുമായിരുന്നു പ്രതാപരുദ്ര മഹാരാജ്. അങ്ങനെ ഇരുന്ന സമയത്ത് അദ്ദേഹം അവസാനം മഹാപ്രഭു അദ്ദേഹത്തിന്റെ ആ എളിമ കണ്ട സ്വഭാവം കണ്ടിട്ട് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. എന്താണ്? അദ്ദേഹത്തിന്റെ മകനെ ഞാൻ അംഗീകരിക്കാം. അതായത് രാജാവിന്റെ മകനെ, രാജാവിനെ ഇല്ല, രാജാവിന്റെ മകനെ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രതാപരുദ്ര മഹാരാജ് രാജാവിന്റെ തന്റെ മകനെ മഹാപ്രഭുവിന്റെ അടുത്തേക്ക് വിടും. മഹാപ്രഭു അങ്ങനെ ആ കുട്ടിയെ കാണുമ്പോൾ കുറച്ച് ഡാർക്ക് കംപ്ലക്ഷൻ ആയിരുന്നു ആ കുട്ടിക്ക്. കുറച്ച് ഡാർക്ക് കളറുള്ള കംപ്ലക്ഷനിലുള്ള ആ കുട്ടിയെ കണ്ടപ്പോൾ ഭഗവാന്റെ ഓർമ്മ വന്ന് ഓടിച്ചെന്ന് അദ്ദേഹം ആ കുട്ടിയെ ആലിംഗനം ചെയ്തു. മഹാപ്രഭു ആലിംഗനം ചെയ്ത ഒരാളിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലോ. ഓട്ടോമാറ്റിക്കലി ഇത് കൃഷ്ണപ്രേമ ഫ്ലോസ് ഇൻ ടു ഹിസ് ഹാർട്ട്. അങ്ങനെ ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് മഹാപ്രഭുവിന്റെ നിന്ന് കൃഷ്ണപ്രേമം ആ കുട്ടിയിലേക്ക് വരുമ്പോൾ ആനന്ദത്തിൽ ആ കുട്ടി അങ്ങ് നൃത്തമാടുക. അങ്ങനെ നൃത്തമാടി അങ്ങനെ പോകുന്ന കൂട്ടത്തില് മഹാപ്രഭു തന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ആ ഷോള് കൂടെ എടുത്ത് ആ കുട്ടിയുടെ കൈ കൊടുക്കും, ഇത് അച്ഛന് കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ കുട്ടി നൃത്തമാടിക്കൊണ്ട് ആ ഷോളും എടുത്തുകൊണ്ട് നൃത്തമാടി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. അച്ഛൻ ആ കുട്ടിയെ അത് കാണുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിക്കും. അങ്ങനെ പ്രതാപരുദ്ര മഹാരാജാവിനും കൃഷ്ണപ്രേമം ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് അവർ രണ്ടും അങ്ങനെ ആനന്ദ നൃത്തമാടുകയും ആ ഷോള്, മഹാപ്രഭു കൊടുത്ത ആ ഷോള് അദ്ദേഹം എടുത്ത് മടക്കി എടുത്ത് വെച്ച് അത് പൂജാ മുറിയിൽ വെച്ച് ആ ഷോളിനെ അദ്ദേഹം ആരാധിക്കുക. അത്ര സിൻസിയർ ആയിരുന്നു പ്രതാപരുദ്ര മഹാരാജാവ്. അങ്ങനെ ആ ഷോളിനെ ആരാധിക്കുക. അങ്ങനെ ആയിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ജഗന്നാഥ്പുരി രഥയാത്രയ്ക്ക് ഉള്ള സമയമായി. രഥയാത്രയ്ക്ക് അപ്പൊ എല്ലാ നാനാദിക്കിൽ നിന്നും എല്ലാ ഭക്തന്മാരും വന്നു. സർവഭൗമ ഭട്ടാചാര്യ, അദ്വൈതാചാര്യ, ഹരിദാസ് ഠാക്കൂർ, എല്ലാ ഭക്തന്മാരും അവിടെ വന്ന് രഥയാത്രയ്ക്കുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന രഥയാത്ര ദിവസമായി. രഥയാത്ര നടക്കുന്നു. മഹാപ്രഭു രഥത്തിന്റെ മുമ്പിൽ ഇല്ലെങ്കിൽ രഥം നീങ്ങത്തില്ല. രഥയാത്രയുടെ മുമ്പില് മഹാപ്രഭു 7 ടീമില് മുകളിൽ നിന്നിട്ട് ആരാണ് സർവഭൗമ ഭട്ടാചാര്യ, ഒരാളെങ്കിലും മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കുന്ന 7 ടീമിന്റെ കൂടെയും മഹാപ്രഭു ഉണ്ട്. 7 ടീമിന്റെ കൂടെ മഹാപ്രഭു ഡാൻസ് ചെയ്യുക. ഒരാളെ കൂടെ ഡാൻസ് ചെയ്യുന്നു, വേറൊരാളുടെ മൃദംഗം കൊടുക്കും. അങ്ങനെ പല രീതിയിൽ പല താളങ്ങളിൽ പല രീതിയിലായിട്ട് ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണോ തന്നെ എക്സ്പാൻഡ് ചെയ്ത് കൃഷ്ണലീലയിൽ ചെയ്തതുപോലെ ഇവിടെ ഓരോരുത്തരുടെയും കൂടെ നിന്ന് മഹാപ്രഭു ഡാൻസ് ആടുകയും കീർത്തനം ചെയ്യുകയും ചെയ്യുന്നത് ഇദ്ദേഹം കാണുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡാൻസ് ചെയ്ത് അങ്ങനെ തളർന്നപ്പോ തൊട്ടടുത്തുള്ള രഥയാത്ര പോകുന്ന വഴിയിൽ അടുത്തുള്ള ഒരു ഉദ്യാനത്തില് മഹാപ്രഭു കിടക്കുക. മഹാപ്രഭു കിടക്കുന്ന സമയത്ത് സർവഭൗമ ഭട്ടാചാര്യയും അദ്വൈത ആചാര്യയും കൂടെ പ്രതാപരുദ്ര മഹാരാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഡ്രസ്, അതായത് ഓൾറെഡി അവര് പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു. അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആഭരണ ഭൂഷാദികളെല്ലാം മാറ്റി വെറും ഒരു ഗംഛ മാത്രം, അതായത് വെറും ഒരു തോർത്തുമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് ഈ മഹാപ്രഭു ഒരിക്കലും എൻ്റെ അടുത്ത് വരരുതേ എന്ന് പറഞ്ഞിട്ടും, അതാണ് ഭക്തന്മാരുടെ
കൃപ. ഭക്തന്മാർ എത്രമാത്രം കൃപാലുക്കളാണ്. സർവ്വ ഭട്ടാചാര്യയും അദ്വൈതാചാര്യയും കൂടെ, അദ്വൈതാചാര്യ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഐ എം നോട്ട് ഷുവർ, പക്ഷെ രണ്ടുപേരും സർവ്വ ഭട്ടാചാര്യ ഉണ്ട്, അതോ ഹരിദാസ് ഠാക്കൂർ ആണോ, അവർ രണ്ടുപേരും കൂടെ പ്രതാപരുദ്ര മഹാരാജാവിനെ മഹാപ്രഭുവിന്റെ അടുത്തേക്ക് കൊണ്ടുവിടും. മഹാപ്രഭുവിന്റെ അടുത്ത് എന്നിട്ട് കാല് മസാജ് ചെയ്യാൻ പറയും. അങ്ങനെ കാല് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഗോപി ഗീതം പാടാൻ പറയും. ആ ഗോപി ഗീതം ഇങ്ങനെ പാടുകയും മസാജ് ചെയ്യുകയും കൂടെ ചെയ്ത് വരുമ്പോ ആ ഗോപി ഗീതത്തില് തവ കഥാമൃതം തപ്ത ജീവനം. പറയട്ടെ, പഠിക്കുള്ളൂ പ്രഭു. മാതാജിമാരോട് പാടുന്നോ ആ ലൈൻ മാത്രം, ശ്ലോകം മാത്രം? ഹരേ കൃഷ്ണ പ്രഭു. ഏത് ഗോപിക ഗീതം ഫസ്റ്റ് ശ്ലോകം പ്രഭു? തവ കഥാമൃതം. തവ കഥാമൃതം. തവ കഥാമൃതം തപ്ത ജീവനം കവിഭിരീഡിതം കർമ്മശാസ്ത്രം ശ്രവണമംഗളം. സ്ലോലി പാടിയിട്ട് ശ്രവണമംഗളം ഭൂരിദാജന. ഞങ്ങളെ സ്ലോലി ആ ട്യൂണില് അദ്ദേഹം അത് പാടുകയും മഹാപ്രഭു എഴുന്നേറ്റ് വന്നിട്ട് പ്രതാപരുദ്ര മഹാരാജനെ കെട്ടിപ്പിടിക്കുക. ഇനി പാടൂ, ഇനി പാടൂ, ഇനി പാടൂ. ആ ഭാഗം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം കംപ്ലീറ്റ് എക്സ്റ്റസിലായിട്ട് അങ്ങനെ പ്രതാപരുദ്ര മഹാരാജാവിനെ മഹാപ്രഭു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പോർഷൻ ഇൻ ചൈതന്യ ചരിതാമൃതം. ഞാൻ ഐ ഡിഡ്ന്റ് ജസ്റ്റിഫൈ മൈസെൽഫ്. 5 മിനിറ്റ് കൊണ്ട് 6 മിനിറ്റ് കൊണ്ട് ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞു. ഐ ടേക്ക് നോർമലി 1.5 hours ടു സേ ദിസ് പാസ്റ്റ് ടൈം. സോ സച്ച് എ ബ്യൂട്ടിഫുൾ പാസ്റ്റ് ടൈം. അത് വളരെ മനോഹരമായ ഒരു ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാസ്റ്റ് ടൈമാണ്. ദാറ്റ് ഇസ് എ മെർസി ഓഫ് ഡിവോട്ടീസ്. മഹാപ്രഭു അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. എൻ്റെ അടുത്ത് വരാനേ പാടില്ല എന്ന് പറഞ്ഞ ആളിനെ ഭക്തന്മാരെ നോക്കി ട്രിക്ക് അടിച്ചിട്ട് മഹാപ്രഭുവിന്റെ അടുത്തിട്ട് വിട്ടിട്ട് ആ മേഴ്സി കിട്ടിയതാണ്. ദിസ് എ പാസ്റ്റ് ടൈം പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു ശ്രീമദ് ഭാഗവതത്തിന്റെ അവതാരികയില് 23 pages ടു ഈ ഒരു സ്റ്റോറി പറയുന്നുണ്ട് പ്രഭു. ഫസ്റ്റ് കാൻഡോ നമ്മുടെ അവതാരികയില്. യെസ് താങ്ക് യു. യെസ് കറക്റ്റ്. ഹരേ കൃഷ്ണ പ്രഭു. ഇത് ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി ഗുരുമഹാരാജിന്റെ ചൈതന്യ ചരിതാമൃത ലീല കമ്പനേഷനിൽ ഗുരുമഹാരാജ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഒരുപാട് എക്സ്റ്റസിയാണ്. അത് കേൾക്ക്, അതിന്റെ ആ സ്വീറ്റ്നെസ് പറയാൻ പറ്റില്ല പ്രഭു. അത്ര സ്വീറ്റ് ആയിട്ട് പ്രതാപരുദ്ര മഹാരാജിന്റെ കുറെ ഉണ്ട്. പ്രഭു പറഞ്ഞു തന്നല്ലോ, അത് കുറെ ക്ലാസ്സുകളായിരുന്നു അത് ശരിക്കും. അതേ പറയാം. ഞാനൊരു ക്ലാസ് പറയുന്നത് 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അതേ പറഞ്ഞ 5 minutes ഞാൻ പറഞ്ഞു. 2-3-4 ക്ലാസ്സുകൾ അത് തന്നെയായിരുന്നു. അത്ര ഒരു എക്സ്റ്റസിയാണ് അതിന്. ഹരേ കൃഷ്ണ. 3 മിനിറ്റേ ഉള്ളൂ. സോറി പ്രഭു, അടുത്ത ക്ലാസ്സിന് സമയമായി. ക്ഷമിക്കണം പ്രഭു. ഹരേ കൃഷ്ണ. Thank you so much. Hare Krishna. Vanchakalpatarubhyaścha kripāsindhubhyavaccha patidānam pāvanebhyo vaishnavibhyo namo namah. Hare Krishna. Thank you so much. Thank you so much. Hare Thank you, Prabhu. Hare Krishna. Pranam. Pranam.